ഒരു കുറ്റവും ചെയ്യാതെ മറ്റുള്ളവർ നിങ്ങളെ നിരന്തരം വേട്ടയാടിയാൽ നിങ്ങൾ എന്തു ചെയ്യും? അത്യന്തം നാടകീയമായ വഴികളിലൂടെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം മാറി മറിയുന്നതിൻ്റെ വിചിത്രവും അവിശ്വസനീയവുമായ ചരിത്രത്തിലൂടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ജോസഫിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഈ പ്രയാണം ഒരു സാഹസിക യാത്ര എന്നപോലെ ക്ലേശകരമാണെങ്കിലും ദൈവസാന്നിധ്യം കൂടെ ഉള്ളതിനാൽ അത് നമുക്ക് ആഴത്തിലുള്ള ആത്മീയ സന്തോഷം പകരുന്നു. ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങൾ ജോസഫിൻ്റെ സ്വഭാവശുദ്ധിയുടെ മാറ്റുകൂട്ടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വഴിത്താരകൾ നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്ന ഈ ചരിത്രം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ എന്ന പത്രോസ്ലീഹായുടെ ആഹ്വാനത്തെ ഓരോ ഘട്ടത്തിലും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം. സ്വന്തം മക്കളോട് വേർതിരിവ് കാണിക്കുന്നത് വലിയ പ്രശ്നത്തിന് വഴിതെളിക്കും എന്ന് പലരും ചിന്തിക്കാറില്ല. മക്കളിൽ ഒരാളോട് കൂടുതൽ കരുതൽ കാണിക്കുകയും മറ്റൊരാളോട് അത് ചെയ്യാതിരിക്കുകയും ചെയ്തതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആൺമക്കളോടും പെൺമക്കളോടുമുള്ള മനോഭാവത്തിൻ്റെ വ്യത്യാസത്തിൽ ആണ് സാധാരണ ഇത് കൂടുതൽ പ്രശ്നമാകുന്നത്. പെണ്ണിനോട് താല്പര്യക്കുറവില്ലെങ്കിൽ തന്നെ ആൺതരിയോട് ഒരു പ്രത്യേക സ്നേഹക്കൂടുതൽ ഇല്ലേ? ഇതൊരിക്കലും ശരിയല്ല. ഇതിനായി യാതൊരു ന്യായീകരണവുമില്ല. നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ ന്യായം മനസ്സിലാകണമെന്നില്ല. ഇങ്ങനെ അവഗണിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുള്ള പല കുട്ടികളും പിന്നീട് ഭയാനകമായ മറുതലിപ്പ് കാണിക്കുന്നവരായി തീരാറുണ്ട്. യാക്കോബ് തൻ്റെ 12 മക്കളിൽ വെച്ച് യോസഫിനെ കൂടുതൽ സ്നേഹിച്ചു. അതിന് യാക്കോബിന് അവൻ്റേതായ ന്യായീകരണങ്ങളുണ്ട്. എന്നാൽ അത് പിന്നീട് യാക്കോബിന് വലിയ ഹൃദയവേദന ഉണ്ടാക്കി. ഇന്നു മുതൽ നാം യോസഫിനെക്കുറിച്ച് പഠിക്കുവാൻ പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. യോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുകയും. യോസഫിൻ്റെ സ്വഭാവം നമുക്കിവിടെ ഒന്ന് വിശകലനം ചെയ്യാം. തൻ്റെ സഹോദരന്മാരുടെ വെറുപ്പ് മാത്രമേ സമ്പാദിക്കുവാൻ കഴിയുകയുള്ളൂ എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് യോസഫ് തൻ്റെ സഹോദരന്മാരുടെ കുറ്റം ചെന്ന് പിതാവിനെ അറിയിച്ചത്? എനിക്ക് തോന്നുന്നത് ഈ ലോകം എത്രമാത്രം കാപഠ്യം നിറഞ്ഞതാണെന്ന് യോസഫ് അറിഞ്ഞിരിക്കില്ല എന്നത്രേ. തൻ്റെ സഹോദരന്മാർ എത്രമാത്രം ദുഷ്ടലാക്കുള്ളവർ ആണെന്നും അവൻ അറിഞ്ഞു കാണില്ല. ഈ സമയത്ത് അവൻ നിഷ്കളങ്കനായ ഒരു ചെറിയ കുട്ടിയായിരുന്നു. മറ്റുള്ളവർക്ക് അവനെ പെട്ടെന്ന് കബളിപ്പിക്കാമായിരുന്നു. അവൻ ലോകത്തിൻ്റെ വഴികളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വളരെയേറെ സമയമെടുത്തു. എന്നാൽ പിന്നീട് അവൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഉന്നതനായ ഒരു ഭരണാധികാരിയായി അവൻ തീർന്നത് നാം കാണുവാൻ പോവുകയാണ്. ക്രമേണ മറ്റേതൊരു വ്യക്തിയെയും പോലെ ലോകത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ദുഷ്ടതയെക്കുറിച്ചും യോസഫ് അറിഞ്ഞിരുന്നിരിക്കണം. എന്നാൽ അത് പിതാവിൻ്റെ ഭവനത്തിൽ താമസിച്ചിരുന്ന കാലത്തായിരുന്നില്ല. യോസഫിനെ യാക്കോബ് എപ്രകാരമാണ് സംരക്ഷിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അവൻ്റെ പിതാവ് തൻ്റെ സ്നേഹം മുഴുവൻ റാഹേലിൽ കേന്ദ്രീകരിച്ചിരുന്നു. ആദ്യമായി അവളെ കണ്ടപ്പോൾ തന്നെ യാക്കോബിന് അവളോട് സ്നേഹമായി. അതിനുശേഷം അവളെ ലഭിക്കുന്നതിനായി 14 വർഷം അവൻ പണിയെടുത്തു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അടിമപ്പണി തന്നെ ചെയ്തു. തുടർന്ന് അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് അവൾക്കൊരു കുട്ടിയുണ്ടായത്. യോസഫിൻ്റെ ജനനം യാക്കോബിന് എത്രമാത്രം സന്തോഷം നൽകിയ സംഭവമായിരിക്കും.
എന്നാൽ ഇപ്പോൾ റാഹേൽ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് യാക്കോബ് തൻ്റെ സ്നേഹം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ കുഞ്ഞ് യോസഫിലാണ്. അവൻ അങ്ങനെ ചെയ്തത് പ്രശ്നത്തിന് കാരണമായി. 37-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. ഈ സഹോദരന്മാർ എത്രമാത്രം പുച്ഛിച്ചു എന്ന് നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയില്ലേ? അവൻ അവരെ ഭരിക്കുമെന്ന് അവർ വാസ്തവത്തിൽ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ എന്ത് ചെയ്യാനും അവർ തയ്യാറായിരുന്നു. എന്നിട്ടും അവൻ്റെ ഈ സ്വപ്നം കാരണം അവർ അവനെ വെറുത്തു. ഇതുകൊണ്ട് സ്വപ്നം അവസാനിച്ചില്ല. ഇതാ വേറൊരു സ്വപ്നം. 9 മുതലുള്ള വാക്യങ്ങളിൽ അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. അവൻ അവരോട് ഈ സ്വപ്നം അറിയിച്ചപ്പോൾ അവൻ എന്താണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. യോസഫ് തങ്ങളെക്കുറിച്ച് തന്നെയാണ്, അതായത് ഇസ്രായേലിൻ്റെ പുത്രന്മാരെക്കുറിച്ചാകുന്നു പറയുന്നതെന്ന് ഈ സഹോദരന്മാർക്ക് മനസ്സിലായി. ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ആരംഭമാണ് നാം ഇവിടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം വാസ്തവത്തിലൊരു പൂമൊട്ട് പോലെയാണ്. തിരുവചനത്തിലൂടെ നാം മുമ്പോട്ട് പോകുമ്പോൾ ആ മൊട്ട് വിരിയുവാൻ തുടങ്ങും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം എത്തുന്നത് വരെയും അത് പൂർണ്ണമായി വിരിയുവാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഊഹിക്കുവാൻ ശ്രമിക്കാതെ വാസ്തവത്തിൽ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. തിരുവചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളപ്പോൾ നാം ഒന്നും ഊഹിക്കേണ്ട കാര്യമില്ല. യാക്കോബിന് ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് അവൻ പ്രതികരിച്ചത് ശ്രദ്ധിച്ചില്ലേ? ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി യോസഫിന് ആകെ പറയുവാൻ കഴിയുന്നത് ഇപ്രകാരമായിരിക്കും, അപ്പാ എനിക്കറിയില്ല, ഞാൻ കണ്ട സ്വപ്നം പറഞ്ഞു, അത്രമാത്രം. അവനത് വ്യാഖ്യാനിക്കുവാൻ ഒരുമ്പെട്ടില്ല. ഒരുപക്ഷെ ഈ പറഞ്ഞ സമയത്ത് അവനത് കഴിയുമായിരുന്നില്ലായിരിക്കും. കാരണം അപ്പോൾ അതവന് വ്യക്തമല്ലായിരുന്നു. അവൻ്റെ സഹോദരന്മാർ അത് അതുപോലെ തള്ളിക്കളഞ്ഞു. അവരത് ശ്രദ്ധിച്ചതേയില്ല. അതൊരിക്കലും നടക്കുവാൻ സാധ്യതയുള്ള കാര്യമല്ല എന്നവർ ചിന്തിച്ചു. യാക്കോബോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു എന്നാണ് നാം വായിച്ചത്. 12-ാം വാക്യത്തിൽ കാണുന്നത്, അവൻ്റെ സഹോദരന്മാർ അപ്പൻ്റെ ആടുകളെ മേയ്പ്പാൻ ശേഖേമിൽ പോയിരുന്നു. ഈ സമയത്ത് യാക്കോബും അവൻ്റെ കുടുംബവും ഹെബ്രോന് ചുറ്റുമായിരുന്നു പാർത്തിരുന്നത്. അത് യെരുശലേമിൽ നിന്ന് 20-ലധികം മൈൽ തെക്കായിരുന്നു. ശേഖേം അത്രയും ദൂരം യെരുശലേമിൻ്റെ വടക്കായിരുന്നു. എന്ന് വെച്ചാൽ ഈ സഹോദരന്മാർ ആടുകളെ മേയിച്ചിരുന്നത് അവരുടെ വീടിൻ്റെ അടുത്തൊന്നും ആയിരുന്നില്ല. ഏറ്റവും കുറഞ്ഞത് വീട്ടിൽ നിന്നും ഒരു 10-60 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു അവർ ആയിരുന്നത്. അവർ ആ സ്ഥലം മൊത്തം ആടുകളെ മേയ്ക്കുക പതിവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇസ്രായേൽ യോസഫിനോട്, നിൻ്റെ സഹോദരന്മാർ ശേഖേമിൽ ആട് മേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞതിന് അവൻ അവനോട്, ഞാൻ പോകാം എന്ന് പറഞ്ഞു. യോസഫ് പറഞ്ഞു, അതിനെന്താ അപ്പച്ചാ, ഞാൻ പോകാമല്ലോ. യോസഫിനും സാഹചര്യം എല്ലാം അറിയാം, യാക്കോബിനും അറിയാം. എന്നാൽ യോസഫ് അവൻ്റെ പിതാവിനോട് വളരെ അനുസരണമുള്ളവനായിരുന്നു. 14-ാം വാക്യത്തിൽ, നീ ചെന്ന് നിൻ്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശേഖേമിൽ എത്തി. യോസഫ് ഹെബ്രോനിൽ നിന്നും ദീർഘയാത്ര ചെയ്ത് ശേഖേമിലെത്തി. അവൻ ശേഖേമിലെത്തിയപ്പോൾ അവിടെ തൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കാൻ തുടങ്ങി. ആ സ്ഥലം വിജനമായിരുന്നു. അത് ഒരു വലിയ കുന്നിൻ പ്രദേശമായിരുന്നു. യോസഫിന് തൻ്റെ സഹോദരന്മാരെ അവിടെ കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല എന്ന് നാം കാണുന്നു. 17-ാം വാക്യത്തിൽ,
അവർ ഇവിടെ നിന്ന് പോയി നാം ദോദാനിലേക്ക് പോകാം എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്നവൻ പറഞ്ഞു. അങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്ന് ദോദാനിൽ വെച്ച് കണ്ടു. ശേഖേമിൻ്റെ വളരെ വടക്ക് എസ്ട്രലോൺ താഴ്വരയുടെ സമീപമായിരുന്നു ഈ ദോദാൻ. ഈ പ്രദേശത്തേക്കാണ് യാക്കോബിൻ്റെ പുത്രന്മാർ തങ്ങളുടെ ആടുകളെ കൊണ്ടുപോയത്. ഒടുവിൽ യോസഫ് അവരെ കണ്ടെത്തി. 18 മുതലുള്ള വാക്യങ്ങളിൽ അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. അവർ യോസഫിനെ എത്രമാത്രം വെറുത്തിരുന്നു എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്രയും ദൂരത്ത് നിന്ന് അവരുടെ സഹായത്തിനായി പറഞ്ഞയച്ചതായ കാര്യങ്ങളുമായി അവൻ വരികയാണ്. ഇപ്പോൾ അവർ തങ്ങളുടെ ഭവനത്തിൽ നിന്നും ഏതാണ്ട് 100 മൈലുകൾക്കപ്പുറമാണ്. അവർ അന്യോന്യം പറയുന്നത് നമുക്കവനെ കൊന്നുകളയാം, അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്നാണ്. യോസഫിനെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ശ്രദ്ധയെ യോസഫും യേശുക്രിസ്തുവും തമ്മിലുള്ള സാമ്യങ്ങളിലേക്ക് ഞാനൊന്ന് ക്ഷണിക്കട്ടെ. ഒരു സാമ്യപ്പെടുത്തൽ. ഈ സാമ്യങ്ങൾ നിങ്ങൾ മറന്നു കളയരുത്. ഇവ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമതായി യോസഫിൻ്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. അതായത് പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം ഇടപെട്ടത് മൂലം റാഹേലിന് ജനിച്ച മകനാണ് യോസഫ്. റാഹേൽ മച്ചിയായിരുന്നല്ലോ. യാക്കോബ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവ് കന്യകയിൽ നിന്ന് ജനിച്ചത് ഒരു അത്ഭുതമായിരുന്നല്ലോ. രണ്ടാമതായി യോസഫ് അവൻ്റെ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടിരുന്നു. അതേപോലെ പിതാവായ ദൈവം ക്രിസ്തു യേശുവിനെ സ്നേഹിച്ചിരുന്നത് എത്ര അധികമായിട്ടായിരുന്നു. പിതാവ് തന്നെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് സാക്ഷ്യം പറയുന്നത് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമതായി യോസഫിന് ലഭിച്ച നിലയങ്കി മറ്റ് സഹോദരങ്ങളിൽ നിന്നും അവനെ വേർതിരിച്ച് നിർത്തി. ക്രിസ്തുവും വേർതിരിക്കപ്പെട്ടവനായിരുന്നു. അതെ, അവൻ പാപികളിൽ നിന്ന് വേർപെട്ടവൻ ആയിരുന്നു. നാലാമതായി താൻ കണ്ട സ്വപ്നങ്ങളുടെ വെളിച്ചത്തിൽ താൻ തൻ്റെ സഹോദരന്മാരുടെ മേൽ ഭരണം നടത്തേണ്ടതാകുന്നു എന്ന് യോസഫ് പ്രസ്താവിച്ചു. കർത്താവായ യേശു ക്രിസ്തു തന്നെ മശീഹയായി അവതരിപ്പിച്ചു. സഹോദരന്മാർ യോസഫിൻ്റെ വാർത്ത പരിഹസിച്ച് തള്ളിക്കളഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവനയെയും അവൻ്റെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞു. അത് പറഞ്ഞ് അവനെ അധിക്ഷേപിക്കുവാനായി ക്രൂശിന്മേൽ കയറ്റി. ക്രൂശിന്മേൽ എഴുതി വെച്ച മേലെഴുത്ത് ഓർക്കുന്നില്ലേ? യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന്. അഞ്ചാമതായി യോസഫ് തൻ്റെ പിതാവിനാൽ സഹോദരന്മാരുടെ അടുത്തേക്ക് അയക്കപ്പെട്ടു. യേശുക്രിസ്തുവും പിതാവായ ദൈവത്താൽ തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് അയക്കപ്പെട്ടവനാണ്. ഒന്നാമത് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കാണ് അവൻ വന്നത്. ഇനിയും ആറാമതായി ഒരു കാരണവുമില്ലാതെ യോസഫിനെ തൻ്റെ സഹോദരന്മാർ വെറുത്തു. കർത്താവായ യേശുവും ഒരു കാരണവുമില്ലാതെ തൻ്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടു. ഇനി യോസഫിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. യോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവർ അവനെ കൊല്ലുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയായിരുന്നു. അവൻ ബഹുവിധ വർണ്ണങ്ങളുള്ള ആ അങ്കി ധരിച്ചിട്ടുണ്ടായിരുന്നു. അത് അവൻ്റെ ആ പ്രത്യേക സ്ഥാനവും അപ്പന് അവനോടുള്ള വാത്സല്യവും കാണിക്കുന്നത് തന്നെയായിരുന്നു. യോസഫ് തൻ്റെ സഹോദരന്മാരെക്കാളൊക്കെ ഇളയവനായിരുന്നിട്ടും അവൻ്റെ സ്ഥാനം അവരുടെ എല്ലാവരുടെയും മേലെയായിരുന്നു. അതുതന്നെ അവരുടെ വെറുപ്പിനും അസൂയയ്ക്കും കാരണമായി. ആദ്യജാതൻ എന്നുള്ള സ്ഥാനം രൂപേന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നിരുന്നാലും ഇവിടെ അവൻ നല്ലൊരു വ്യക്തിയായി കാണപ്പെടുന്നുണ്ട്. മറ്റുള്ളവരെക്കാൾ പക്വതയോടെ രൂപൻ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. രൂപൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മറ്റുള്ള സഹോദരന്മാരെല്ലാം കൂടി യോസഫിനെ അപ്പോൾ തന്നെ കൊന്നുകളഞ്ഞേനെ. രൂപൻ അങ്ങനെ പറഞ്ഞതിൽ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നത് 22-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. യോസഫിനെ എങ്ങനെയെങ്കിലും സഹോദരന്മാർ കാണാതെ രക്ഷിച്ച് വീട്ടിൽ അപ്പൻ്റെ അടുത്ത് എത്തിക്കണമെന്ന് അവൻ ചിന്തിച്ചു. രൂപൻ യോസഫ് അവരുടെ അടുത്ത് വന്നതും അവർ ആദ്യം ചെയ്തത് അവൻ്റെ നിലയങ്കി ഊരുകയായിരുന്നു. അത് കാണുന്നത് തന്നെ അവർ കരീശമായിരുന്നു. അവനെ അവരിൽ നിന്നും വേർതിരിച്ച് കാണിച്ച അങ്കി അവർ വെറുത്തിരുന്നു. എന്നിട്ട് അവനൊരു പൊട്ടക്കിണറ്റിലിട്ടു. തുടർന്ന് അവനെ
ഇസ്മായിലിയെ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. 28 വാക്യമാണ് ഞാൻ ഇനിയും വായിക്കുന്നത്. 37 അധ്യായത്തിൻ്റെ 28 വാക്യം. മിദ്യാന്യ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായില്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. ഈ ഭാഗം വായിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, മോശ വേറെ വല്ലതും ചിന്തിച്ചുകൊണ്ടാണോ ഈ ഭാഗം എഴുതിയത് എന്ന്. നോക്കണേ, എത്ര വലിയൊരു തെറ്റാണ് വരുത്തിയിരിക്കുന്നത്. ആദ്യം അവൻ അവരെ ഇസ്മായില്യർ എന്ന് വിളിച്ചു, പിന്നെ മിദ്യാന്യർ എന്ന് പറഞ്ഞു, എന്നിട്ട് വീണ്ടും ഇസ്മായില്യർ എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ആരാണ്? ഏതായാലും ഇത് രസകരമായൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നാം ഇതൊരല്പം ചിന്തിക്കേണ്ടതുണ്ട്. തിരുവചന രേഖകളുടെ കൃത്യതയെ വിളിച്ചു കാണിക്കുന്ന എന്തെങ്കിലും സംഗതിയെ തെറ്റായി വ്യാഖ്യാനിക്കുവാനുള്ള പ്രവണത ബൈബിളിനെ വെറുക്കുന്ന വിമർശകർക്കുണ്ടെന്നതാണ് ഇത്തരം വാദങ്ങൾ വെളിവാക്കുന്നത്. ആരാണ് ഈ ഇസ്മായില്യർ? അവർ അബ്രഹാമിൻ്റെ മകനായിരുന്ന ഇസ്മായിലിൻ്റെ സന്തതികളാണ്. ആരാണ് മിദ്യാന്യർ? അവർ അബ്രഹാമിൻ്റെ വേറൊരു സന്തതിയായിരുന്ന മിദ്യാൻ്റെ സന്തതികളാണ്. അബ്രഹാമിന് ഹാഗാറിൽ ഉണ്ടായ മകനായിരുന്നു ഇസ്മായിൽ. സാറായുടെ മരണശേഷം അബ്രഹാം വിവാഹം ചെയ്ത കെത്തൂറയിൽ ഉണ്ടായ മകനായിരുന്നു മിദ്യാൻ. അവർ എല്ലാവരും സഹോദരങ്ങളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സമയത്ത് ആരായിരുന്നു ഒരു ഇസ്രായേല്യൻ? അത് യാക്കോബിൻ്റെ പുത്രന്മാരായ 12 പേരാണ്. അതേസമയം എത്ര ഇസ്മായില്യർ കാണുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ആ സമയം ലോകത്തിൽ മൊത്തം എത്ര ഇസ്മായില്യർ കാണുമായിരുന്നിരിക്കും? ഇസ്മായിൽ ഇസഹാക്കിനേക്കാൾ മൂത്തതായതിനാൽ ഇസ്മായില്യർ എന്ന് പറയുന്ന വംശം മൊത്തം ഒരു 100 അതിലല്പം കൂടി കൂടുതലോ കാണും, അത്രമാത്രം. ഇസ്മായിലിൻ്റെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും കൂടി കൂട്ടിയാൽ ഒരു 100 അതിലല്പം കൂടുതലോ കാണും. ഈ സമയത്ത് എത്ര മിദ്യാന്യർ ഉണ്ടായിരുന്നിരിക്കും? മിദ്യാൻ ഇസഹാക്ക് ജനിച്ചു വളരെ കഴിഞ്ഞാണല്ലോ ജനിച്ചത്. അതുകൊണ്ട് അവർ ഈ പറഞ്ഞതുപോലെ അധികം പേരൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഒരു 10 20 പേർ കാണും. ഈ പറഞ്ഞവരെല്ലാം ചെറിയ ചെറിയ കൂട്ടങ്ങളായിരുന്നു. സുരക്ഷയ്ക്കായി അന്നത്തെ കാലത്ത് അവർ ഒന്നിച്ച് ചേർന്ന് കാണും. അതുപോലെ തന്നെ ഒരപ്പൻ്റെ മക്കളായിരുന്നതിനാൽ പൊതുവായ താല്പര്യവും അവർക്കുണ്ടായിരിക്കുമല്ലോ. അവർ ഈജിപ്തിലേക്ക് പോകുന്നത് കച്ചവടത്തിനാണ്. അവർ ബന്ധപ്പെട്ടവരായിരുന്നതിനാൽ അന്യോന്യം മനസ്സിലാക്കുവാനും അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അവർ ഒന്നിച്ചു പോയി. അതുതന്നെ എല്ലാവരും അതിനകത്തുണ്ട്. ഞാൻ പറയട്ടെ, ദൈവവചനത്തിൽ നിന്നും ശരിയായ പൊരുൾ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് നാം ദൈവവചനത്തോട് അടുത്ത് ചെല്ലുമെങ്കിൽ നിശ്ചയമായും അത് നിങ്ങൾക്ക് ലഭിക്കും. പലപ്പോഴും നമ്മൾ അതിന് തയ്യാറാകാത്തത് കൊണ്ടാണ് തിരുവചന സത്യങ്ങൾ നമുക്ക് ശരിയായി മനസ്സിലാകാത്തത് എന്നോർക്കണം. ബൈബിളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് വാദിക്കുന്നവരിൽ പലരും തങ്ങളുടെ അജ്ഞതയാണ് വെളിപ്പെടുത്തുന്നത്. മോശയ്ക്ക് സാഹചര്യം മനസ്സിലായി. അതുകൊണ്ട് അവൻ ചുരുക്കത്തിൽ എഴുതി. ഏതായാലും ഒടുവിൽ സഹോദരന്മാർ തന്നെ യോസഫിനെ ഒരു അടിമയായി വിറ്റു. 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. രൂബേൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസഫ് കുഴിയിലില്ല എന്ന് കണ്ടു. തൻ്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്ന്, ബാലനെ കാണുന്നില്ലല്ലോ, ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസഫിൻ്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി. തങ്ങൾ വാസ്തവത്തിൽ എന്താണ് ചെയ്തതെന്ന് സഹോദരന്മാർ രൂബേനോട് പറഞ്ഞോ ഇല്ലയോ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് അവരെല്ലാം വിവരിച്ച് പറഞ്ഞു കാണും എന്നത്രേ. അവർ പറഞ്ഞതിനോട് രൂബേൻ യോജിച്ചും കാണും. അവർ ഇങ്ങനെയും കൂട്ടിച്ചേർത്ത് കാണും. അഥവാ ഇനിയും ആ കച്ചവടക്കാരുടെ പുറകെ പോകാമെന്ന് വെച്ചാലും പ്രയോജനമില്ല. അവർ ഇപ്പോൾ വളരെ ദൂരത്തിലെത്തിക്കാണും. അതുകൊണ്ട് അവർ രൂബേനോട് തങ്ങളോടൊപ്പം ചേർന്ന് അപ്പനോട് പറയേണ്ടത് എന്തെന്ന് ആലോചിക്കുവാൻ ആവശ്യപ്പെട്ട് കാണും. 32 വാക്യത്തിൽ നാം കാണുന്നത്, അവർ നിലയങ്കി തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. കൊള്ളാം, നല്ല ഒന്നാന്തരം കൗശലമല്ലേ? അവർ യോസഫിനെ എങ്ങും കണ്ടില്ല എന്നതുപോലെ അഭിനയിക്കുന്നു. ആ അങ്കി മാത്രം വഴിയിൽ കണ്ടെത്തി എന്നവർ ഇപ്പോൾ അപ്പനോട് പറയുകയാണ്. എന്നാൽ അവർക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ലെന്നും അപ്പന് അത് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ എന്നും അവർ അപ്പനോട് ചോദിക്കുന്നു. എന്തൊരു തന്ത്രം, എന്തൊരു കൗശലം! അതാരുടെ അങ്കിയാണെന്ന് യാക്കോബിനറിയാം.
തുടർന്ന് അവൻ സ്വാഭാവികമായ ഒരു നിഗമനത്തിലേക്ക് വരികയാണ്. അല്ല, ആ സഹോദരന്മാർ കണക്ക് കൂട്ടിയതും അപ്പൻ അങ്ങനെ ചിന്തിക്കണമെന്നാണല്ലോ. അതെ, ഒരു ദുഷ്ടമൃഗം യോസഫിനെ കടിച്ചു കീറി. യോസഫ് ഇനിയുമില്ല. 33-ാം വാക്യത്തിൽ അവനത് തിരിച്ചറിഞ്ഞു. ഇതെൻ്റെ മകൻ്റെ അങ്കി തന്നെ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു. യോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. ഒരല്പം പുറകിലേക്ക് മാറി നിന്ന് ഈ ഭാഗം ഒന്നുകൂടി നോക്കണം. അവർ ഒരു ആടിനെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ അങ്കി മുക്കി പിതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഇതുപോലെ ഒരു ആടിനെ കൊന്ന് ആരെങ്കിലും തൻ്റെ പിതാവിനെ കബളിപ്പിച്ച സംഭവം വായിച്ചിട്ടുള്ളത് ഓർമ്മയിൽ വരുന്നുണ്ടോ? ഉണ്ടല്ലോ. റിബേക്കയും യാക്കോബും കൂടി അന്ന് ഇസഹാക്കിൽ നിന്നും അനുഗ്രഹം വാങ്ങുവാൻ ചെയ്ത പണിയാണത്. അന്ന് അവർ ഒരാടിനെ കൊന്ന് അതിൻ്റെ മാംസം രുചികരമായി പാകം ചെയ്ത് ഇസഹാക്കിന് കൊടുത്തു. കൂടാതെ അതിൻ്റെ തോൽ പുതച്ച് യാക്കോബ് ഇസഹാക്കിനെ കബളിപ്പിച്ചു. താൻ മൂത്ത മകൻ ഏശാവാകുന്നു എന്ന് അവൻ അന്ന് ഇസഹാക്കിനോട് കള്ളം പറഞ്ഞു. ഇപ്പോൾ ഇതാ യോസഫിൻ്റെ സഹോദരന്മാർ ഒരു ആടിൻ്റെ രക്തം ഉപയോഗിച്ച് അവരുടെ പിതാവിനെ വഞ്ചിക്കുന്നു. ഇത് പണ്ടത്തെ യാക്കോബ് തന്നെയാണ്. അവർ ആ അങ്കി അവൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് ചോദിക്കുന്നു, അപ്പാ, ഇത് കണ്ടിട്ട് നിനക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ? ഞങ്ങൾ ഇത് ഭാഗ്യത്തിന് ആ കുന്നിൻ പ്രദേശത്ത് കണ്ടെത്തിയതാണ്. ഇത് കണ്ടിട്ട് തോന്നുന്നു ഒരു ദുഷ്ടമൃഗം യോസഫിനെ കീറിക്കളഞ്ഞു എന്ന്. വൃദ്ധനായ യാക്കോബ് തൻ്റെ മകൻ കൊല്ലപ്പെട്ടു എന്ന നിഗമനത്തിലെത്തി. ശ്രദ്ധിക്കുക, യാക്കോബ് തൻ്റെ പിതാവിനെ വഞ്ചിച്ച അതേ നാണയത്തിൽ യാക്കോബിൻ്റെ മക്കൾ യാക്കോബിനെയും വഞ്ചിച്ചു. വിതയ്ക്കുന്നത് തന്നെ കൊയ്യുന്നവർ. വിതയ്ക്കുന്നത് എന്തെങ്കിലുമല്ല, മറിച്ച് വിതച്ചത് തന്നെ അവന് ലഭിച്ചു. ഇനിയും യാക്കോബിൻ്റെ ഈ വിലാപം ശ്രദ്ധിച്ചാട്ടെ. 34-ഉം 35-ഉം വാക്യങ്ങൾ. യാക്കോബ് വസ്ത്രം കീറി, അരയിൽ രട്ടുശീല ചുറ്റി, ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ട് ഇരുന്നു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. യാക്കോബിൻ്റെ ഈ ദുഃഖം അവൻ യോസഫിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മറ്റൊന്നുകൂടി ഇത് വെളിപ്പെടുത്തുന്നു. വിശ്വാസത്തിൽ നടക്കുവാൻ യാക്കോബ് ഇതുവരെ പഠിച്ചിട്ടില്ല എന്നതാണ് ആ സത്യം. അവന് പെനിയേലിൽ വെച്ചുണ്ടായ അനുഭവത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ആ പഴയ സ്വയത്തിൻ്റെ കാറ്റഴിച്ചു വിടുന്ന ഒരു അനുഭവമായിരുന്നു അത്. ജഡം അന്ന് അവിടെ തകർന്നു. എന്നാൽ ഇപ്പോഴവൻ വിശ്വാസത്താൽ നടക്കുവാൻ പഠിക്കണം, അല്ലെങ്കിൽ ജീവിതം കൂടുതൽ ദുഷ്കരമാകും. ഇതുവരെ യാക്കോബ് അത് പഠിച്ചില്ല. സത്യത്തിൽ യാക്കോബിൻ്റെ മരണത്തോടടുത്ത് സംഭവിച്ച കാര്യങ്ങളല്ലാതെ യാക്കോബിൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നതൊന്നും അവൻ്റെ ജീവിതത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ചിലരങ്ങനെയാണ്. അതുകൊണ്ട് എന്താ, അവർക്ക് ജീവിതം ആസ്വദിക്കുവാൻ കഴിയാതെ പോകുന്നു. എന്നാൽ അവനെ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. യാക്കോബിൻ്റെ ഇന്നത്തെ ദുഃഖം ദാവീദിൻ്റെ ദുഃഖവുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ. തൻ്റെ കുട്ടി മരിച്ചപ്പോൾ ദാവീദും കരഞ്ഞു. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബ് യോസഫിനെ സ്നേഹിച്ചതുപോലെ തന്നെ ദാവീദും തൻ്റെ ആ കുഞ്ഞിനെ സ്നേഹിച്ചു. എന്നാൽ ദാവീദ് ഒരു വിശ്വാസ മനുഷ്യനായിരുന്നു. ആ കുഞ്ഞ് തൻ്റെ അടുത്തേക്ക് വരികയില്ലെന്നും താൻ ഒരു ദിവസം ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുമെന്നും ദാവീദ് അറിഞ്ഞു. എന്തൊരു ഉറച്ച വിശ്വാസം! യോസഫ് മിസ്രൈമിലെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് 37-ാം അധ്യായം അവസാനിക്കുന്നത്. ഞാൻ അതുകൂടെ വായിക്കാം. 37-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം. എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രൈമിൽ ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫേറിന് വിറ്റു. ഇനി അങ്ങോട്ട് നാടകീയമെന്ന് തോന്നുന്ന അനവധി സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ്. അതിൽ വിശ്വാസത്തിൻ്റെയും വിശ്വസ്തതയുടെയും വലിയ പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശ്രദ്ധിച്ച് പഠിച്ചാട്ടെ. ദൈവത്തിൻ്റെ വഴികൾ എത്ര അതുല്യമാണ്. നമ്മുടെ ഓരോ വഴികളും അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ വഴികളും ദൈവഹിതപ്രകാരം അനുഗ്രഹിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ദൈവം നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്വന്തം വീട്ടിലെ പ്രിയപുത്രനിൽ നിന്ന് അന്യദേശത്തെ
അടിമയിലേക്കുള്ള യോസഫിൻ്റെ മാറ്റം കേവലം ഒരു ദുരന്ത കഥയല്ല, മറിച്ച് ദൈവമൊരുക്കിയ മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു. ദൈവത്തിൻ്റെ കരം നമ്മെ നയിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഓരോ കുഴികളും ഉയർച്ചയിലേക്കുള്ള പടികളായി മാറും. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ നിരാശരാകാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം ഒരുക്കുന്ന വഴികൾ പലപ്പോഴും വിചിത്രമായി തോന്നാമെങ്കിലും ആത്യന്തികമായി അവ നമ്മുടെ നന്മയ്ക്കും അവിടുത്തെ മഹത്വത്തിനുമായി ഉള്ളതായിരിക്കും.